ഫെമിന ഇന്നലെ ഈ സമരക്കാരെ അനുനയിപ്പിക്കാൻ അതിൻ്റെ ഒരു ശ്രമമായിട്ട് ജെ.പി. നദ്ദ പ്രതിഷേധക്കാരെ കാണാൻ തയ്യാറായിരുന്നു. ഈ CJPയുടെ പ്രധാന ആവശ്യം തന്നെ ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, അതുപോലെ തന്നെ സോനം വാങ്ചുക്കിനെ പ്രതിഷേധ പന്തലിലേക്ക് തിരിച്ചെത്തിക്കുക, ഈ ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ കുടുംബത്തിന് ധനസഹായം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് അവർ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിൻ്റെ വിവരങ്ങൾ കൂടി. അത് തീർച്ചയായും ഇന്നലെ കേന്ദ്രമന്ത്രി ജെ.പി. നദ്ദയുമായിട്ട് ഈ CJPയുടെ പ്രതിനിധികൾ വക്താക്കൾ ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിൽ 3 ആവശ്യമായിരുന്നു മുൻപോട്ട് വെച്ചത്. ഒന്ന്, ഈ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക. 2, നീറ്റ് വിഷയത്തിൽ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികൾക്ക് 5 കോടി രൂപ നഷ്ടപരിഹാരം നൽകുക. 3ാമത്തേത് സോനം വാങ്ചുക്കിനെ അടിയന്തരമായിട്ട് മോചിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള 3 ആവശ്യങ്ങളാണ് മുൻപോട്ട് വെച്ചത്. ഇത് പരിഗണിക്കാമെന്ന തരത്തിലാണ് ജെ.പി. നദ്ദ പറഞ്ഞതെങ്കിൽ പോലും രാത്രി വൈകിയും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു വിധ മറുപടിയും ഈ CJP വക്താക്കൾക്ക് ലഭിച്ചില്ല. അതിൽ ഇവർ നിരാശരാണ്. കേന്ദ്ര സർക്കാരുമായിട്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറായിട്ട് പോലും കേന്ദ്രം വേണ്ട വിധത്തിൽ ഈ പ്രശ്നത്തിൽ ഇടപെട്ടില്ല. ഉന്നത നേതൃത്വവുമായിട്ട് ആലോചിക്കാം എന്നതായിരുന്നു ജെ.പി. നദ്ദയുടെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണം. അതിലെല്ലാം ഈ വിദ്യാർത്ഥികൾ നിരാശരാണ്. കാരണം 10,000ങ്ങളാണ് ഇന്നലെ തെരുവിലിറങ്ങിയത്. ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഏകദേശം 1 ലക്ഷത്തിലധികം പ്രതിഷേധക്കാർ ദില്ലിയുടെ നഗരവീഥികളിൽ ഇന്നലെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയൊരു ജനകീയ പ്രതിഷേധമാണ് ഇന്നലെ ദില്ലി കണ്ടത്. പക്ഷേ കേന്ദ്ര സർക്കാർ ഈ വിദ്യാർത്ഥികളെ കേൾക്കാൻ തയ്യാറായില്ല. ഇന്നലെ ഇവിടെ CJPയുടെ വക്താക്കൾ പറഞ്ഞൊരു കാര്യം, ഇനി ഈ ഒരു പ്രതിഷേധം അവസാനിപ്പിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാർ ഇവിടെ വന്ന് തങ്ങളോട് ചർച്ച ചെയ്ത് തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം. അതുവരെ സമരവുമായിട്ട് തുടരുമെന്നാണ് ഇന്നലെ ഈ CJPയുടെ വക്താക്കൾ പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഇന്നലെ പോലീസ് ഈ പൊളിച്ച ഈ സമരപ്പന്തൽ ഇവിടെ നിറയെ ഇത്തരത്തിലുള്ള ഒരു പ്ലാസ്റ്റിക്കുകളും അതുപോലെ തന്നെ ഈ സമരപ്പന്തൽ പൊളിച്ചതുകൊണ്ട് ഇവിടെ വൃത്തിയാക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. CJPയുടെ പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ അടിച്ച് വൃത്തിയാക്കുകയാണ്. വളരെ സമാധാനപൂർണ്ണമായിട്ട് വളരെ ജനാധിപത്യപരമായിട്ട് നടന്നൊരു പ്രതിഷേധമാണ്. ഈ വിദ്യാർത്ഥികൾ അവരുടെ ആവശ്യം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ ഈ സമരപ്പന്തൽ പൊളിച്ച് വിദ്യാർത്ഥികളെ ബലം പ്രയോഗിച്ച് ഇവിടെ നിന്ന് നീക്കം ചെയ്യാനാണ് ഈ ഒരു കേന്ദ്ര സർക്കാർ ശ്രമിച്ചത്. വിദ്യാർത്ഥികളെ കേൾക്കാനോ അവരുമായിട്ടൊരു കൂടിയാലോചന നടത്താനോ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. സമരപ്പന്തൽ പൊളിച്ചു നീക്കി. എന്നാൽ ഒട്ടും ആവേശം കുറയാതെ വീണ്ടും അവരുടെ സമരപ്പന്തൽ എങ്ങനെയായിരുന്നുവോ അതുപോലെ അത് തിരിച്ച് നിർമ്മിക്കാനുള്ള പ്രയത്നത്തിലാണ് വിദ്യാർത്ഥികൾ. ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു അഴുക്കുകൾ അതുപോലെ തന്നെ ഇവിടുത്തെ നിറയെ പ്ലാസ്റ്റിക്കുകളൊക്കെ ഇവിടെയുണ്ട്. അതെല്ലാം അടിച്ച് വൃത്തിയാക്കുകയാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾ. ഇവർ ചിലപ്പോൾ ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ചപ്പുചവറുകൾ ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്നത് പോലെ കേന്ദ്ര സർക്കാരിന് ധർമ്മേന്ദ്ര പ്രധാന് തങ്ങളുടെ പ്രതിഷേധത്തിലൂടെ തങ്ങളുടെ സമരത്തിലൂടെ ഈ കേന്ദ്ര സർക്കാർ ഇവിടെ നിന്ന് പുറത്താക്കുമെന്ന് തന്നെയുള്ളതായിരിക്കും ഇവർ ഇതിലൂടെ പറയാനായിട്ട് ശ്രമിക്കുന്നത്. ചൂലുകൊണ്ട് അടിച്ച് ഇത്തരത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ നീക്കം ചെയ്യുമെന്നുള്ളത് തന്നെയായിരിക്കണം ഇവർ പറയാനായിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവന്തിക. അതായത് ഫെമിന, ഇന്ന് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ 2ാം ദിനമാണ്. ഇന്നും സമ്മേളനം പാർലമെന്റ് പ്രക്ഷുബ്ധമാകും. കാരണം ഇന്നലെ നടന്ന ഈ CJP പ്രവർത്തകർക്ക് നേരെ പോലീസ് നടത്തിയ നരനായാട്ട് ഉൾപ്പെടെ നീറ്റ് പരീക്ഷ ക്രമക്കേട് ഉൾപ്പെടെ അയോധ്യ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയൊക്കെ പ്രതിപക്ഷം ഉയർത്തിക്കാട്ടാനിരിക്കുകയാണ്. അതെ അവന്തിക, ഇന്ന് പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന്റെ 2ാം ദിനമാണ്. എന്തായാലും സഭ പ്രക്ഷുബ്ധമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഇന്നലെ ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ ഈ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധത്തെ പോലീസ് എങ്ങനെയാണ് നേരിട്ടത് എന്ന് നമ്മൾ കണ്ടു. പോലീസിൻ്റെ അക്ഷരാർത്ഥത്തിൽ പോലീസിൻ്റെ നരനായാട്ട് തന്നെയാണ് കണ്ടത്. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ സഭയിൽ ഇത് തീർച്ചയായും ചർച്ചയിൽ വരും. ഇരു സഭകളും ഇന്ന് പ്രക്ഷുബ്ധമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി, അതുപോലെ തന്നെ അയോധ്യ ക്ഷേത്രക്കൊള്ള,
ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സഭ ഇന്ന് പ്രക്ഷുബ്ധമാകും. പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ പോലീസ് വളരെ ക്രൂരമായിട്ടാണ് തല്ലിച്ചതച്ചത്. പാർലമെന്റിന്റെ മുന്നിൽ വരെ ഏകദേശം ജന്തർ മന്ദിറിൽ നിന്ന് പാർലമെന്റിലേക്കാണ് ഒരു സമരം, ഒരു മാർച്ചിന് ആഹ്വാനം ചെയ്തത്. ഏകദേശം പാർലമെന്റിന്റെ കവാടം വരെ ഇന്നലെ പ്രതിഷേധക്കാർ എത്തിയിരുന്നു. അപ്പോൾ ഈ പ്രതിഷേധത്തെ പോലീസ് ലാത്തി ഉപയോഗിച്ചും കണ്ണീർവാതകം പ്രയോഗിച്ചുമാണ് ഈ അടിച്ചമർത്താൻ ശ്രമിച്ചത്. അത്തരത്തിൽ ഈ പോലീസിന്റെ നരനായാട്ട് പാർലമെന്റിൽ എന്തായാലും ഇന്ന് ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ പാർലമെന്റ് ഇന്ന് പ്രക്ഷുബ്ധമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ ജന്തർ മന്ദിറിൽ ഈ സമരവേദി പൊളിച്ചത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പ്രതിപക്ഷം സഭയിൽ ഉയർത്തിക്കാട്ടും. ഇന്നലെ ഈ വിവിധ വിഷയങ്ങളിൽ പ്രതിഷേധം കാരണം ലോക്സഭ 6 തവണയോളമാണ് നിർത്തിവെച്ചത്. അതേസമയം തന്നെ വളരെ സുപ്രധാനമായിട്ടുള്ള ബില്ലുകളും ഇന്ന് ലോക്സഭയിൽ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ബിൽ, അതുപോലെ വന്ദേ മാതരത്തെ അപമാനിക്കുന്നത് കുറ്റകരമാകുന്നത്, ദേശീയ ബഹുമതികൾ അപമാനിക്കുന്നത് തടയൽ തുടങ്ങിയിട്ടുള്ള ഭേദഗതി ബില്ലുകളും ഇന്ന് രാജ്യസഭയിൽ എത്തിയേക്കും. അവന്തിക.